കേരളത്തിന്റെ ഒരു ആർക്കിടെക്ചറൽ ഹിസ്റ്ററിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഈ ബേ വിൻഡോ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ എന്തുകൊണ്ടത് നമ്മൾ ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ തന്നെയാണ് അതിന് മെയിനായിട്ടുള്ള കാരണം. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ചൂടിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ചൂടും മഴയുള്ള സമയത്ത് അത്യാവശ്യം നല്ല മഴയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഈ വാളിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അതിലേക്കൂടി വെള്ളം അകത്തേക്ക് വരാനും അത് പെട്ടെന്ന് കേടാവാനും പിന്നെ അന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വുഡ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ചെതൽ വരുന്ന ഇഷ്യൂസും മറ്റൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അന്ന് നമ്മളത് നമ്മുടെ നാട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് ഒന്ന് കുറച്ച് ഡിലേ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും മറ്റുള്ള കൺട്രീസിൽ നിന്ന് കണ്ട് നമ്മളിപ്പോൾ അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സമയത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളിതിൽ ഈ പുറത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് നമ്മളിതിപ്പോൾ കംപ്ലീറ്റ് ഇവിടെ ഒരു ബോർഡ് അടിച്ചിട്ട് ബേവിൻ്റെ ഒരു ലുക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നഷ്ടമൊന്നുമില്ല. നമ്മൾ ഒന്ന് ആദ്യമേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ മതി. പ്ലാനിങ് മോശമാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന സമയത്തേക്ക് വാൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും, ഒരു വിൻഡോൻ്റെ ലുക്ക് മാത്രമേ ഉണ്ടാവും. മറ്റേതിലേക്ക് വരുന്ന സമയത്തേക്ക് ആ അത്രയും ഭാഗം മിനിമം 60 സെൻറ്റിമീറ്റർ ഉണ്ടാവും നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡെപ്ത്, ഈ മുട്ടിൻ്റെ ഈ ഒരു എൻഡ് മുതൽ നമ്മൾ ഇതുവരെയുള്ള ബാക്ക് വരെയുള്ള ആ ഒരു അളവ് വരെ മിനിമം 60 സെൻറ്റിമീറ്റർ ഇടണം. അത് പ്ലസ് 20 സെൻറ്റിമീറ്റർ കല്ലുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 20 സെൻറ്റിമീറ്റർ കല്ലുണ്ടാവുമല്ലോ നമ്മൾ ഈ വാള് വെക്കുന്നത്. അപ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ നമ്മൾ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ 60 സെൻറ്റിമീറ്റർ മിനിമം കാണാനുണ്ടാവും. അപ്പോൾ അത് തന്നെ ചില സമയത്തൊക്കെ ഇപ്പോൾ ഇത് ടൈനി പ്ലോട്ടുകളാണ് നമുക്ക് അധികം വീട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെയുള്ള പാസേജൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.